കേരളത്തിലെ വിവിധ പ്രവാസി സംഘടനകളുടെ പ്രതിനിധികളുടെ യുണൈറ്റഡ് പ്രവാസി അലയൻസ് വിവിധ ആവശ്യങ്ങൾ അവകാശരേഖയായി സർക്കാരിന് നൽകുവാൻ തീരുമാനിച്ചു. ജില്ലാ നിയോജക മണ്ഡലം തലത്തിൽ പ്രാദേശിക സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി പ്രവർത്തനം വിപുലമാക്കുവാനും തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ പ്രവാസി സംഘടനകളുടെ പ്രതിനിധികൾ കൊച്ചിയിൽ യോഗം ചേർന്ന് രൂപീകരിച്ച യുണൈറ്റഡ് പ്രവാസി അലയൻസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവകാശരേഖ സർക്കാരിന് നൽകുവാൻ തീരുമാനിച്ചു. വിദേശത്തും സ്വദേശത്തുമുള്ള കൂടുതൽ സംഘടനകളെ ഉൾക്കൊള്ളിച്ച് സമിതി വിപുലമാക്കാനും ജില്ലാ നിയോജക മണ്ഡലം തലത്തിൽ പ്രാദേശിക സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി പ്രവർത്തനം വിപുലമാക്കുവാനും തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1,50,000 കോടി രൂപ ഒരു വർഷം കേരളത്തിലേക്ക് അയക്കുന്ന ഈ പ്രവാസി സമൂഹത്തിന്റെ അവസ്ഥ ഇന്നും പരിതാപകരമാണ് എന്ന് പറയുന്നതിനപ്പുറം അതിലും എത്രയോ താഴെയാണ്. ഇതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 25ഓളം സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യുണൈറ്റഡ് പ്രവാസി അലയൻസ് എന്ന് പറഞ്ഞ UP എന്നൊരു സംഘടന തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് കേരളത്തിലെ പ്രവാസി സമൂഹത്തിന് എന്നറിയിക്കുകയാണ്. സ്വാഗതം പറഞ്ഞതുപോലെ ഏതാണ്ട് 45 ലക്ഷത്തോളം തിരികെ വന്നവർ, സമാനമായി വിദേശത്ത് തൊഴിലെടുക്കുന്നവർ, ഏതാണ്ട് 25 ലക്ഷത്തിനും അധികം സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് തൊഴിൽ ചെയ്യുന്ന പ്രവാസികൾ, ഏതാണ്ട് 1 കോടിയോളം വരുന്ന പ്രവാസികളുടെ പരിച്ഛേദമായി പ്രവാസി സംഘടനകളുടെ കൂട്ടായ്മ രൂപപ്പെടുകയാണ്. പൊതുവെ ഈ സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ അധികാരത്തിലിരിക്കുന്ന സർക്കാർ 99 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന സർക്കാർ 90 ലക്ഷം വോട്ടുകളാണ് നേടിയത്. പ്രതിപക്ഷം ഏതാണ്ട് 80 ലക്ഷം വോട്ടുകളാണ്. 99 സീറ്റ് നേടിയ സർക്കാരിന് ലഭിച്ച വോട്ടിനേക്കാൾ അല്ലെങ്കിൽ എണ്ണത്തിനേക്കാൾ 10 ലക്ഷം കൂടി കൂടുതലാണ് പ്രവാസികളുടെ. പക്ഷേ അസംഘടിതരായി ഇന്ന് സംസ്ഥാനത്തുള്ള ഒരേ ഒരു വിഭാഗം കൂടാണ്. പൊതുവെ ചോദിക്കും, പ്രവാസിക്ക് എന്തിന് സംഘടന അല്ലെങ്കിൽ അവർക്ക് ക്ഷേമ പ്രവർത്തനം എന്നൊരു ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇതിൽ 90% അല്ലെങ്കിൽ 95% തൊഴിൽ എടുത്ത് തിരികെ വന്നവരെ പ്രധാനമായിട്ട് ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരാണെന്നുള്ള വസ്തുത സമീപകാലം വരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിനും സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയ മുന്നണികൾക്കും ആ ദുർബല വിഭാഗത്തെക്കുറിച്ച് അല്പം ബോധ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇവരേതാണ്ട് സമ്പന്നരായി തിരിച്ചു വന്നവരാണെന്നുള്ള ധാരണയിൽ ഒരു മാറ്റവുമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് റിപ്പോർട്ട്. ഏതാണ്ട് 129 ദശലക്ഷം കോടി രൂപയുടെ പ്രവാസ നിക്ഷേപം ഇന്ത്യയിൽ എത്തിച്ച പ്രവാസികൾക്ക് 1 രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത, ആനുകൂല്യമെന്നല്ല, അവർക്ക് വേണ്ടി 1 രൂപ ബജറ്റിൽ പ്രൊവൈഡ് ചെയ്യാത്ത കേന്ദ്ര നയം, അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ 1/3 വരുന്ന പ്രവാസികൾ അസംഘടിതമായി തുടരുന്നത് മുന്നണികൾ ചൂഷണം ചെയ്യുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസി മലയാളികൾ പൊതുസമൂഹത്തിന്റെ പരിച്ഛേദമാണ്. സംഘടിത വിഭാഗങ്ങൾക്ക് മാത്രമേ അവകാശപ്പെട്ട ആനുകൂല്യം പോലും ലഭിക്കൂ എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതിനാൽ തന്നെ പ്രവാസികൾ സംഘടിക്കേണ്ടതുണ്ട് എന്ന ആവശ്യം തിരിച്ചറിയപ്പെടുകയായിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ ഇടതുമുന്നണി പ്രകടന പത്രിക വാഗ്ദാനമായ പ്രവാസി പെൻഷൻ 5,000 രൂപയായി വർദ്ധിപ്പിക്കുന്നത് പ്രഖ്യാപിക്കുക, പ്രവാസത്തിന്റെ കഠിനകാലത്തിന് ശേഷം വിദേശവാസം മതിയാക്കി തിരികെ വരുന്ന 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ നടപ്പാക്കുക, 2.25 ലക്ഷം കോടി രൂപ പ്രവാസി പണമായി സംസ്ഥാനത്ത് എത്തിക്കുന്ന പ്രവാസികളുടെ ക്ഷേമത്തിന് ബജറ്റ് വിഹിതം 2,000 കോടി രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാരിന് അവകാശരേഖ സമർപ്പിക്കാൻ പോകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. യുണൈറ്റഡ് പ്രവാസി അലയൻസ് പ്രസിഡന്റ് ദിനേശ് ചന്ദ്ര, ജനറൽ സെക്രട്ടറി ഗുലാം ഹുസൈൻ കൊളക്കാടൻ, സലീം പള്ളിവിള, സുനിൽ ഖാൻ, പ്രേംസൺ കായംകുളം, ബാവീസ് വിജയൻ, പൃഥ്വിരാജ് നാറാത്ത്, CP രാജശേഖരൻ നായർ, ENC അബ്ദുൽ ജബ്ബാർ, ഫൗസിയ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CD ന്യൂസ്, കായംകുളം.